എല്ലാവർക്കും സുപ്രഭാതം. എല്ലാവരും എണീറ്റോ? ഞങ്ങളിത് രാവിലെ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പം വലിയ പ്രതീക്ഷയോടെയാണ് പോണത്. അവിടെ ചെല്ലുമ്പോ അറിയാം പട്ടി ചന്തയ്ക്ക് പോയിട്ട് വന്ന് പോയ പോലെ തിരിച്ചു വരേണ്ടി വരുമെന്ന്. അങ്ങനെ വരില്ല. ഇനിയിപ്പോ അഥവാ അങ്ങനെയാണെങ്കിൽ മുൻകൂർ ജാമ്യം അതിന് പറഞ്ഞാണ് കേട്ടോ. അപ്പൊ നമ്മള് കാഞ്ഞാറ് പോവാണ്. അവിടെ ഒരു ചേട്ടൻ വലയിട്ടിട്ടുണ്ട് ആറ്റില്. അപ്പൊ അനുജന്റെ ഫ്രണ്ട് പറഞ്ഞു അവിടെ വല ഇട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ വള്ളത്തേല് വെച്ചിട്ട് പോണുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് സംഭവം നമുക്ക് അവിടെ ചെന്നാലേ അറിയുള്ളൂ. അപ്പൊ ചെന്ന് നോക്കുവാണ്. അപ്പൊ അനുജന്റെ ഫ്രണ്ട് പറഞ്ഞു അവനും അങ്ങോട്ട് വന്നിട്ടുണ്ട്, വരും. അപ്പൊ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാം സെറ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വള്ളത്തേലാണ് ചേട്ടൻ പോണത്, അവിടെ വലയിട്ടിരിക്കുവാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ. അത് ചെന്നാലാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ചെന്ന് നോക്കാം മീൻ കിട്ടിയിട്ടുണ്ടാവോ ഇല്ലെന്നുള്ള. ആ ചേട്ടൻ അറിയില്ല നമ്മൾ വരുമെന്നുള്ളത്. അപ്പൊ പിന്നെ വള്ളത്തേല് പോയി വല കെട്ടിയതാണെങ്കിലും നമ്മൾ ചെല്ലുന്നിടത്തായിരിക്കില്ലല്ലോ വല കെട്ടിയേക്കുന്നത്. ഇനിയിപ്പൊ അപ്പൊ വള്ളത്തിൽ പോകുന്നാണെങ്കിലും നമുക്കത് പിടിക്കുന്നൊന്നും കാണാനുള്ള സെറ്റപ്പ് ഇപ്പൊ ഇല്ല. അല്ലെങ്കിൽ പിന്നെ വള്ളത്തിൽ പോണം. അപ്പോ പിടിച്ചു കൊണ്ടുവന്ന് കഴിയുമ്പോ കിട്ടൂല എന്ന് നമുക്ക് കാണാം. അപ്പൊ ശരി, പിന്നെ കാണാം കേട്ടോ. അപ്പൊ നമ്മള് മീൻ പിടിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടോ. ആ ചേട്ടൻ അവിടെ നിപ്പുണ്ട്. ചേട്ടൻ നോക്കി ആരാന്നൊക്കെ ആയിരിക്കും. അപ്പൊ ചോദിക്കട്ടെ കേട്ടോ. ഓക്കെ ഏട്ടാ. അപ്പൊ നമ്മള് വന്നപ്പം കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് കഴിയുമ്പോഴത്തേക്കും ആ ചേട്ടനൊക്കെ വള്ളം എടുത്തുകൊണ്ട് അങ്ങ് പോയി. അപ്പം കയറി അങ്ങ് പോണത് കിട്ടിയില്ല. ഞാനോർത്ത് അവരവിടെ നിൽക്കുന്നതാണ്. എന്നോട് ഇറങ്ങി വരാൻ പറഞ്ഞപ്പം എന്നോട് ചേട്ടൊക്കെ പറഞ്ഞ് ഇറങ്ങി വരാം. അപ്പം ഞാൻ വിചാരിച്ചു അച്ഛനോട് നിൽക്കുന്നതാണ്. പക്ഷെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അവർ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ആ കയറി അങ്ങ് എടുക്കാൻ പറ്റാതിരുന്നത്. പിന്നെ അവർ പറഞ്ഞ് വള്ളത്തിലൊക്കെ കയറാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടോ. പക്ഷേ എത്രത്തോളം ഞാൻ കയറുമെന്ന് എനിക്കറിയില്ല. വെള്ളമാണ് എനിക്ക് ലോകത്ത് ഏറ്റവും പേടി. അപ്പോൾ അറിയില്ല. പിന്നെ അവർ അത് വല ഇട്ടത് എടുക്കാൻ വേണ്ടി പോയേക്കുവാണ് കേട്ടോ. അപ്പോൾ പോയിട്ട് വന്നിട്ട് കാണാം. ഇതാണ് ഈ വ്യൂ. കാഞ്ഞാറിൻ്റെ പേര് കോളപ്ര എന്നാണ്. അതായത് നമ്മൾ കാഞ്ഞാറിന് പോകുന്ന വഴി, മുട്ടത്തുനിന്ന് കാഞ്ഞാറിന് പോകുന്ന വഴിയാണ് കോളപ്ര. അപ്പം ഇതാണ് രാവിലത്തെ ഒരു വ്യൂ. നല്ല രസമില്ലേ കാണാൻ. ഇതുണ്ടല്ലോ റോഡായിരുന്നു, പഴയ റോഡായിരുന്നു ഇത്. അതെ, അവിടെ ആ സാധനം നിൽക്കുന്നുണ്ടോ? എന്താണ് എടാ, എന്നാണ് അതിന്റെ പേര്? കഴ, മറ്റേ നമ്മുടെ പായ ഉണ്ടാക്കില്ലേ, ആ സാധനമാണ് കേട്ടോ അത്. അപ്പൊ ഇത് നോക്കട്ടെ കേട്ടോ. ഇതുണ്ടോ പഴയ റോഡായിരുന്നു എന്ന്. കണ്ടോ? ഇതാടാ ഇതാണ് അനുജന്റെ കൂട്ടുകാരൻ. ഇതാണ് അനുജന്റെ കൂട്ടുകാരൻ രതീഷ് എന്നാണ് അവന്റെ പേര്. പക്ഷെ ഞങ്ങൾ ചില പേരുകളൊക്കെ വിളിക്കും, അത് പറയാൻ പറ്റത്തില്ല. അപ്പൊ നീ മരിക്കും. ഇതാണ് റോഡ്. എടാ, ഒരു ഞവണിക്ക് നമുക്ക് നോക്കിയാലേ ഇതിനകത്ത് ഞവണിക്കുണ്ട്. അതിന് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയണെന്ന് അറിയില്ല കേട്ടോ. നമ്മളിവിടെ ഞവണിക്കാന്ന് പറയും. ആ സാധനം ഉണ്ട്. എടാ, ഒന്ന് വന്നേടാ, അതിനെ നോക്കടാ. നോക്കട്ടെ കേട്ടോ. ഇവരത് അവിടെ തന്നെ ഇട്ടു ആ സാധനം. അതെ അതെ. അപ്പൊ ഞവണിക്ക അതേ കണ്ടോ? ഇത് ഞവണിക്ക, ഈ സാധനം. ഇത് ശരിക്കും റോഡായിരുന്നു എടാ. അപ്പൊ ഈ മഴ കാരണം വെള്ളം കയറി കിടക്കണോടാ? ഡാം അടച്ചതുകൊണ്ട് വെള്ളം കയറി. ഇത് മലങ്കര ഡാം അടച്ചതുകൊണ്ട് വെള്ളം കയറി കിടക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് റോഡായിട്ട് തന്നെ കിടക്കുവാണോ? ഇതാണ് ഞവണിക്ക. കണ്ടോ, ഇത് കൊറേ ഉണ്ട് കേട്ടോ. സാധാരണ ഇത് ഈ പാടത്ത് ഒക്കെയാണ് ഇത് കാണാറ് കേട്ടോ. ഞാൻ എൻ്റെയൊക്കെ ചെറുതിൽ അമ്മ വീട്ടിൽ പോകുമ്പോൾ
അവിടെ പാടത്ത് നിന്ന് ഈ സാധനം പറക്കിയിട്ട് ഈ സാധനമാണോ? അത് ഈ സാധനമല്ലടാ പാടത്ത് കാണുന്ന കണ്ടത്തിലൊക്കെ കാണുന്ന ആ വെള്ളം കയറി കണ്ടത്തിലൊക്കെ വെള്ളം കയറി കിടക്കുമ്പോ ഈ സാധനം കേട്ടോ. അങ്ങനെ എനിക്ക് അറിയാം ഞവണിക്കാന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞാ പിന്നെ എന്താ പറയാ ചെറുതിലെ ഞവണിക്ക കണ്ടിട്ട് പിന്നെ ഈ സാധനം കാണുന്ന ഇന്നാട്ടോ. നോക്ക് ഇത് പക്ഷെ ഇങ്ങനെ അതിന് വിളിച്ചു. അതെ അതെ ഒരു കർട്ടൻ കൊണ്ടിടാം. ഉള്ള വെളിച്ചത്തിൽ എടുക്കുക അത്രേ ഉള്ളൂ. ഈ സാധനം നമുക്ക് എന്നെ കട്ടിയാ. ഈ സാധനം ഉണ്ടല്ലോ ഭയങ്കര കട്ടിയാ. കണ്ടോ കിലുങ്ങുന്നുണ്ടോ നോക്കട്ടെ. ഈ ശംഖില്ലേ കണ്ടോ കിട്ടണത് കണ്ടോ കണ്ടോ. ഇതിപ്പോ നമ്മൾ ഈ ഇവിടെ നിന്നാണ് ഇത്രയും കിട്ടിയെന്ന് ഓർക്കണം. നമുക്ക് എന്നാ ഈ നമ്മുടെ ശംഖില്ലേ അതിന്റെ ഈ ഞവണിക്ക കണ്ടിട്ടില്ലാത്തൊരു ഇത് കറക്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ. ഇതാണ് ഞവണിക്ക. ഞാൻ കയ്യിലെടുത്ത് കാണിക്കുന്നത് കണ്ടോ. ശംഖ് പോലെ തന്നെ ഉണ്ട്. ഇതേ കണ്ടോ കറക്റ്റ്. അയ്യോ പടക്കേ 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 എല്ലാം കൂടെ വെള്ളത്തിൽ. അപ്പൊ പിന്നെ നമ്മുടെ ഇതിന് വേറൊരു സാമ്യം കൂടെ ഉണ്ട് കേട്ടോ. മറ്റേ നമ്മുടെ ഒച്ചില്ലേ ഒച്ച്, ആ ഒച്ചിന്റെ സാമ്യമുണ്ട്, ശംഖിന്റെ സാമ്യമുണ്ട്. ഇത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ ഇറച്ചിയാണ്. ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോ എടാ അന്നേരം ഇത് ശരിക്കും പൊട്ടിക്കാൻ പറ്റുമല്ലേ? ആ ചൂടുവെള്ളത്തിൽ ഇത് ഇടണം. ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഈർക്കിളി വെച്ച് കുത്തിയെടുക്കണം. എടാ ഈ ദശ ഇവിടെ ആയിരിക്കുമല്ലോടാ ഇതിന്റെ ഉള്ളില്. ഇവിടെ ഇങ്ങനെ കുത്തിയെടുക്കണം. അപ്പൊ അതിന്റെ ഉള്ളിൽ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന്റെ ഇറച്ചിക്ക്. ഞാൻ പറഞ്ഞില്ലേ ചെറുതിലെ കഴിച്ചിട്ടേക്കുന്ന എന്നാ അവനെന്നാ പറഞ്ഞേ പച്ചക്ക് തിന്നാൻ പറയാ. ചിലപ്പോ ഇതൊക്കെ പച്ചക്ക് തിന്നുന്നവരുണ്ടാവും ചൈനയിലൊക്കെ. അപ്പൊ ഇതാണ് ഞവണിക്ക. അപ്പൊ ദേ പുഴയക്കട ഇങ്ങനെ നടക്കാണ് കേട്ടോ. ദേ ഇതാണ് കേട്ടോ ഞവണിക്ക. ഇതിക്കടെ പറക്കിയതാണ് കേട്ടോ. ഇത് കണ്ടോ ഞവണിക്ക കണ്ടിട്ടില്ലാത്തവർക്ക് ഇതാണ് ഞവണിക്ക. അതെ കണ്ടോ. ഇത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഈർക്കിളി വെച്ച് കുത്തിയിട്ടാണ് ഇത് പൊട്ടിക്കുന്നത്. പൊട്ടിച്ചിതിൻ്റെ എടുക്കും. മറ്റേ ഇതിൻ്റെ ഉള്ളിലുള്ള ദശയാണ് നമ്മൾ വറുത്തൊക്കെ കഴിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ചെറുതിലെ കഴിച്ചതാണ്. പിന്നെ ഈ സാധനം ഇപ്പോഴാണ് കേട്ടോ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പം ഇതാണ് ഞവണിക്ക കണ്ടോ. ഇതിന് ശംഖിൻ്റെ ഷേപ്പുണ്ട്, ഒച്ചിൻ്റെ ഷേപ്പുണ്ട് കണ്ടോ. അപ്പം ഇതാണ് ഞവണിക്ക. ഇതാണ് അപ്പോൾ ഇതാണ് കോളപ്ര എന്ന് പറഞ്ഞ സ്ഥലം. ഇത് കഴയാണ് കേട്ടോ നിൽക്കുന്നത്. അത് നമ്മൾ പായൊക്കെ ഉണ്ടാക്കുന്ന കഴയാണ്. അതേ നോക്ക് രാവിലെ ഒരു 7:30 കഴിഞ്ഞിട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ കാണാൻ, എന്ത് ഭംഗിയാണ്. ഇത് മൂലമറ്റം പവർ ഹൗസിൻ്റെ അവിടെ നിന്ന് വരുന്ന വെള്ളമാണ്. ഇത് മലങ്കരയിലേക്കാണ് കേട്ടോ, മലങ്കര ഡാമിലേക്കാണ് പോണത്. ഇതേ കണ്ടോ സൂര്യൻ ഉദിച്ച് വരുന്നത് കണ്ടോ. ഇതേ കണ്ടോ താഴെ കണ്ടോ അതിൻ്റെ നിഴല്, മേളിലും താഴെ എന്തേ നോക്ക്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ നിഴൽ കാണുന്നത്. സൂര്യൻ ഉദിച്ച് വരുന്ന കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ വെള്ളത്തിൽ ഇതിൻ്റെ നിഴൽ കാണുന്നത്. മേളിൽ ഇതേ സൂര്യൻ ഉദിച്ച് വരുന്നു, വെള്ളത്തിൽ അതിൻ്റെ അടിയിൽ ഇതേ കണ്ടോ തൊട്ട് താഴെയായിട്ട് നോക്കുമ്പോൾ എന്ത് അടുത്താണല്ലേ നിഴൽ കണ്ടോ കണ്ടോ. അപ്പം ഇതാണ് ഒരു കോളപ്ര. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു വ്യൂ ഇതാണേ. അപ്പോൾ ഇതാണ് കഴ, അതായത് നമ്മൾ പായൊക്കെ ഉണ്ടാക്കുന്ന കഴയാണ് കേട്ടോ ഇത്. ഈ കൈതയൊക്കെ പോലെയുണ്ട്, ചെറിയൊരു മുള്ളുണ്ട് അതിനകത്ത്. ഇത് കണ്ടോ, ഇത് കണ്ടോ കൈതയുടെ പോലെ തന്നെ ചെറിയൊരു മുള്ളുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ഞവണിക്ക മാറ്റിയിട്ടില്ല, ഞവണിക്ക ഇരിപ്പുണ്ട്
കണ്ടോ ചെറിയൊരു അരമ്പുമുള്ള, ഇതാണ് കഴ എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ കഴ പായ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് പായൊന്നും അല്ല, നമ്മൾ നേരത്തെ ഉള്ള പായില്ലേ നമ്മുടെ വീടുകളിലൊക്കെ നേരെ പണ്ട് കാലത്തുണ്ടായിരുന്ന പായ. അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാൻ പറ്റുമോ, അവർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ പായക്കല്ലേ ഉള്ളത്. അപ്പോൾ ഇതാണ് കഴ. ഇപ്പം കോളപ്രയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്തു, ഒരു 3/4 മണിക്കൂർ ഒക്കെ കഴിഞ്ഞു കേട്ടോ. 1 മണിക്കൂർ ഏകദേശം ആയി വെയിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ചേട്ടന്മാർ വരുന്നുണ്ട്, കിട്ടിയല്ലോ നോക്കട്ടെ. എടുക്കാവോ? ഞാനൊന്ന് ബോക്സ് എടുത്തോട്ടെ. പിന്നെ വലക്കാത്ത കൈ. അപ്പൊ ചേട്ടന്മാര് മീൻ പിടിച്ചോണ്ട് വന്നിട്ടോ. അപ്പൊ ഈ വെള്ളം കയറി കിടക്കുന്നോണ്ട് കിട്ടാൻ പാടാന്നല്ലേ ചേട്ടാ? വെള്ളം ഇറങ്ങിപ്പോയതുകൊണ്ട്, വെള്ളം ഇറങ്ങിപ്പോയതുകൊണ്ട് മീൻ കിട്ടാൻ പാടാണ്. അപ്പൊ ഇനി വലകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊക്കെ എടുത്തിട്ടില്ല. ഇതിപ്പോ നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പൊ പിടയ്ക്കുന്ന മീൻ 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 മീനേ കണ്ടോ, ഇതാണ് കൂരല്. കണ്ടോ, കൂരലാണ്. കൂരലല്ല ഏട്ടാ, ഇത് കൂരൽ എന്നാണ് ഈ മീനിന്റെ പേര്. ഇത് കണ്ടോ, ഇത് നമ്മുടെ മറ്റേ ഈ മീനിന്റെ ഇത് ഷേപ്പുള്ളൊരു മീനുണ്ടല്ലോ. ഇതൊക്കെ കണ്ടോ, അതേ ഭാഗം കാണിച്ച് കണ്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് ഇവനെ പുറത്തെടുക്കണം. ഇതിന് വാല് കണ്ടോ, എന്ത് ഭംഗിയാണ് കാണുന്നേക്ക് വാല്. ഒരു ബ്ലാക്കും ഓറഞ്ചും കൂടെ കളർ ചേർന്നു. അപ്പൊ ഇതാണ് കൂരല്. കായലിൽ നിന്നൊക്കെ മീൻ പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ആറ്റിൽ വലയിട്ടിട്ട്. ചൂണ്ടയിലൊക്കെ പിടിക്കുന്നുണ്ട്, പക്ഷെ വലയിട്ട്. ആ ഇത് ഏതാ ചേട്ടാ? തളരി. ഇത് തളരി അടിപൊളി. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ. ഇതുണ്ട് തളരി എന്നാണ്. ആ തളരി അല്ലെങ്കിൽ ചൊട്ടാവാള. നമ്മുടെ മറ്റേ വാളയുടെ വലിയ സമയമുണ്ട് കേട്ടോ. നമ്മള് അല്ലാതെ വാള അതല്ല അല്ലെ? ആ ചെറുത്. ആ അപ്പം ഇത് ചൊട്ടാവാള അല്ലെങ്കിൽ മറ്റേ പേരും തളരി. അപ്പൊ ഇതാണ് തളരി മീൻ അല്ലെങ്കിൽ ചൊട്ടാവാള. ചൊട്ടാവാളയാണോ തൊട്ടാവാളയാണോ ഏട്ടാ? ചൊട്ടാവാള എന്നാണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എങ്ങനെ? ഞാൻ ആദ്യമായിട്ടാണ്. അപ്പൊ ഇവന്റെ ഒറിജിനൽ പേരാണ് തളരി, അല്ലാണ്ട് ഇവനെ വിളിക്കുന്ന പേരാണ് ചൊട്ടാവാള, ഇവന്റെ പെറ്റ് നെയിം. അപ്പൊ ഇത് രണ്ടുമാണ് കേട്ടോ. ഇതിന് നല്ല ഇങ്ങനെ കൊഴുകൊഴുപ്പ് പോലെ, ഇത് പക്ഷെ ചെതുമ്പലുള്ളത്. അപ്പൊ ഞാൻ വള്ളത്തേലൊന്ന് കേറി നോക്കുവാണ് കേട്ടോ. എനിക്ക് ലോകത്ത് ഏറ്റവും വേണ്ടി വെള്ളമാണ്. നോക്കട്ടെ കേട്ടോ. അപ്പുറം കൈ പിടിച്ചോ, പടി വരുന്നു. ഇവിടെയാ അങ്ങനെ ചേട്ടാ വിടില്ല. ചേട്ടാ വിടില്ല. ചേട്ടാ വിടില്ല. കേറണ്ടേ? ഇത്രയും പേടിയാണ് എനിക്ക്. ആനയുടെ മുന്നിൽ നിൽക്കും, പക്ഷെ വള്ളത്തിലിരിക്കുന്ന ലുക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? ഇപ്പം പേടിയില്ലാത്ത പോലെ ഇരിക്കുന്നത്. ഒട്ടും പേടിയില്ലാത്ത പോലെ. ചങ്കിടിപ്പ് നോക്കുവാണെങ്കിൽ അറിയാം. അത് ചൊട്ടാവാളെ
ഇന്നലെ മറ്റേ വല വെള്ളത്തിൽ കരക്കിടക്കുന്നു അങ്ങാറ്റം കൊണ്ടിടാൻ അമ്പലത്തിന്റെ ആ കളിക്കില്ലേ അതിന്റെ മുകളിൽ ആരും പേടിക്കണ്ട, അടുത്ത നീന്തലുകാരനെത്തി. പുള്ളിയുടെ അളിയൻ പുള്ളി വന്നിട്ടുണ്ട്. ടീച്ചറിന്റെ അളിയാണ്. മൂപ്പേ വലിച്ചേട്ടാ, മൂപ്പേ വെള്ളം ഇറങ്ങി പോയി. അങ്ങോട്ട് പോയില്ല, വെള്ളം ഇവിടെ ഉണ്ടോ? അതന്നെ ഇത്. കൈയൊക്കെ വിട്ടോ, കൈ വിട്ടോ വരാം. എടാ വന്നോ, അങ്ങോട്ട് പോയോ? അങ്ങോട്ട് പോയി. അത് എന്നെങ്കിലും കാണിക്കും. ആ തള്ളി വിട ഇങ്ങോട്ട് തിരിച്ച് തിരിച്ച്. ഇങ്ങോട്ട് അങ്ങോട്ടല്ല, തിരിച്ച് തിരിച്ച് മുന്നോട്ട്. ആ നടപടിയുള്ള കേട്ടാ. ഇവിടെ കേറിട്ട് പറ ചേട്ടൻ ഒറ്റ കൊണ്ടുപോകുണ്ടോ? പിന്നെ ഇങ്ങോട്ട് വാ. ചേട്ടൻ നല്ല പാവാ. വിഷയം ചേട്ടന്മാര് നല്ല പാവാ. ഞാനൊരു ഞാൻ നല്ല ധൈര്യത്തോടെ ഇരുന്നാണെന്ന്. അതേ ഗൈസ്, ഞാൻ ധൈര്യത്തോടെയല്ല, ചേട്ടന്റെ ധൈര്യത്തിലാണ് ഞാനിരുന്നത്. പക്ഷെ ഇനി ഞാൻ പൊളിച്ചെടുക്കും ചേട്ടാ. ഇനി എനിക്ക് പേടിയില്ല. ഈ വാചകം കടിച്ചാൽ ഇപ്പോഴാണ് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ചേട്ടൻ എനിക്ക് നല്ല വിശ്വാസം, അതുകൊണ്ടാണ് ഞാൻ കയറിയിരുന്നത്. അയ്യോ, എന്നെ ചതിക്കല്ലേ. എന്നെ ലോകത്ത് തോൽപ്പിക്കാൻ പറ്റുന്ന വെള്ളത്തിന് മാത്രമാ. അപ്പൊ ഇത് വലിയൊരു അനുഭവമാണ് കേട്ടോ. വള്ളത്തെ കേറിയിട്ടില്ലാത്തവരൊന്ന് വള്ളത്തെ കേറി നോക്കണം. ആദ്യം ചെറുതായിട്ടൊന്ന് പേടിക്കും, പക്ഷെ പിന്നെ പൊളിയാ. ഞാനതൊക്കെ അപ്പ പറഞ്ഞതാ. നമുക്ക് പൊളിക്കാൻ ചേട്ടാ. ഇപ്പൊ എനിക്ക് ധൈര്യമായി. ഇത് ആദ്യമായിട്ടായതുകൊണ്ടാണ്. അപ്പൊ മീനൊക്കെ പിടിച്ചിട്ട് വന്നിട്ട് ഞാനെല്ലാം പിടിച്ച ചേട്ടന്മാര് പുട്ട് കഴിക്കാൻ കേട്ടോ. ദൈവം കടലിട്ട് പുട്ടും കടലക്കറി നോക്കട്ടെ. ചായ ഇല്ലാത്ത ജീവിതത്തിലത്തിന് ചായ ഉണ്ട്. നല്ല വിശപ്പുണ്ട്.